പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്ന് നാം വിചിന്തനം ചെയ്യുന്ന തിരുവചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 26-ാം തിരുവചനമാണ്. ഒരു മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ടത് അവൻ്റെ ആത്മാവാണെന്ന് തിരുവചനം പറയുന്നുണ്ട്. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെടുകയാണെങ്കിൽ അവൻ്റെ നേട്ടങ്ങൾ കൊണ്ട് അവന് യാതൊരു പ്രയോജനവുമില്ല. ഈ ലോകത്തിലെ നേട്ടങ്ങളെല്ലാം നശ്വരങ്ങളാണ്, നശിച്ചു പോകുന്നവയാണ്. എന്നാൽ അനശ്വരമായത് ആത്മാവാണ്. ഈ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് നാം നിരന്തരം പരിശ്രമിക്കേണ്ടത്. ആത്മാവിനെ രക്ഷിക്കുന്നതിന് വേണ്ടി നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവം നമുക്ക് ദാനമായി നൽകിയതാണ് ദൈവത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്നാമത്തെ ആളാണെന്ന് നമുക്കറിയാം. പക്ഷേ നാം പലപ്പോഴും പരിശുദ്ധാത്മാവിന് വലിയ പ്രാധാന്യം ജീവിതത്തിൽ കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ വലിയ വിലയും നാം കൽപ്പിക്കാറില്ല. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാറില്ല. പരിശുദ്ധാത്മാവാണ് നമ്മെ നിത്യം സഹായിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊരു ബോധ്യവും പലപ്പോഴും നമുക്ക് ഇല്ല. നമുക്ക് പാപബോധവും പശ്ചാത്താപവും നൽകി മാനസാന്തരത്തിലേക്ക് നമ്മെ നയിക്കുന്നത് ഈ സഹായകനായ പരിശുദ്ധാത്മാവാണ്. തിന്മകളിൽ നിന്നും, പ്രലോഭനങ്ങളിൽ നിന്നും, പാപ സാഹചര്യങ്ങളിൽ നിന്നും നമ്മെ അകറ്റി നിർത്തി ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാനായിട്ട് പ്രചോദനം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനായിട്ട് ആത്മധൈര്യം തരുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതിന് വേണ്ടിയാണ് നാം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. നാം പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ ഭൗതിക കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് ആവശ്യമാണ്. കുടുംബവും മക്കളും ജീവിത സാഹചര്യങ്ങളും എല്ലാം നമുക്ക് അനുകൂലമാക്കി ദൈവം തരും. കാരണം ദൈവത്തിൻ്റെ മക്കളായ നമുക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് ദൈവത്തിനറിയാം. പക്ഷേ പ്രതിസന്ധികളെ ധൈര്യപൂർവ്വം നേരിട്ട് സഹനങ്ങൾ ഏറ്റെടുത്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് വേണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് യേശു പറഞ്ഞുകൊണ്ട് നിത്യസഹായകനായി പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് തരുന്ന പ്രചോദനമനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കി നാം മുന്നേറുമ്പോഴാണ് നാം നിത്യരക്ഷ പ്രാപിക്കുന്നത്. ദൈവം തരുന്ന സ്പിരിറ്റാണ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനാൽ നാം നിറയുമ്പോൾ എല്ലാ പാപവാസനകളും തിന്മയുടെ ശക്തിയും നമ്മിൽ നിന്ന് അകന്നു പോകും. ആത്മീയമായി വളരുവാനും നമുക്ക് അപ്പോൾ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ, എളിമപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ, പരദൂഷണവും കുറ്റം വിധിക്കലും നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ, നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നിർവീര്യമായിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. സാത്താൻ തരുന്ന വാശിയും വൈരാഗ്യവും പ്രതികാര ചിന്തയും അഹങ്കാരവുമെല്ലാം നാം ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനമില്ലാതായി മാറും. ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കണമെങ്കിൽ നിർമ്മലമായ ഒരു ഹൃദയം നമുക്ക് ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവിനായി ദാഹത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ, നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാൻ കഴിയണമെങ്കിൽ, നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി നന്മകൾ ചെയ്യണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടിയേ തീരൂ. പാപങ്ങളെയും പാപ സാഹചര്യങ്ങളെയും ഉപേക്ഷിച്ച് ലോകത്തിൻ്റെ വഴികളിൽ കെണികളിലും വീഴാതെ നിത്യരക്ഷ പ്രാപിക്കാൻ തക്കവിധത്തിലുള്ള ഒരു ജീവിതം ഈ ഭൂമിയിൽ നമുക്ക് നയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് കൂടിയേ തീരൂ. ഈ പരിശുദ്ധാത്മാവിനെ ലഭിക്കുവാനായിട്ട് നിരന്തരം നാം പ്രാർത്ഥിക്കണം. അപ്പോഴാണ് പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഒരു ജീവിതമായി
നമ്മുടെ ജീവിതം മാറും. അത് നമ്മുടെ നിത്യരക്ഷയ്ക്ക് കാരണമായി തീരുകയും ചെയ്യും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.